ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചെമ്മീനും മാങ്ങയും മുരിങ്ങക്കോലും ചേർത്ത നാടൻ സ്റ്റൈലിലുള്ള ഒരു കറി തയ്യാറാക്കിയാലോ. ചെമ്മീൻ വൃത്തിയാക്കി എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഒരു രീതി ഫോളോ ചെയ്താൽ വളരെ എളുപ്പത്തിൽ തന്നെ വൃത്തിയാക്കി എടുക്കാൻ സാധിക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പുറം ഭാഗം നീളത്തിൽ കട്ട് ചെയ്തിട്ട് തോല് പൊളിച്ചു കളഞ്ഞ് ഉള്ളിലെ അഴുക്കും എടുത്തു കളയാം. ഞാനിപ്പോൾ 1 കിലോ ചെമ്മീൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി കറി തയ്യാറാക്കി എടുക്കുന്നതിനായി ഒരു ചെറിയ സവാളയും 3 വെളുത്തുള്ളിയും 6 ചുവന്നുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും 4 പച്ചമുളകും നമുക്ക് ചെറുതായി അരിഞ്ഞെടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ മാങ്ങയും 2 മുരിങ്ങക്കോലും ചെറിയ പീസുകളാക്കി എടുക്കാം. ഇനി അരപ്പ് തയ്യാറാക്കാനായി 1 മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായി അരച്ചെടുക്കാം. ഇനി കറി തയ്യാറാക്കി എടുക്കുന്നതിനായി ഒരു മൺചട്ടി എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച സവാളയും ഇഞ്ചി, പച്ചമുളക്, വേപ്പില, വെളുത്തുള്ളി എല്ലാം ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. പൊടികൾ ചേർക്കുന്നതിന് മുമ്പ് തന്നെ തീ വളരെ ലോ ഫ്ലെയിമിലാക്കി വെക്കണം. എന്നിട്ട് തുടരെ ഇളക്കി പൊടിയുടെ പച്ചമണം മാറുമ്പോൾ നമുക്കിതിലേക്ക് ഈ മസാലയ്ക്ക് ആവശ്യമായ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. 1 ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച മാങ്ങയും മുരിങ്ങക്കോലും ചേർത്ത് കൊടുക്കാം. ഒന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കൂടി തിളപ്പിച്ചെടുക്കാം. മുരിങ്ങക്കോൽ മുറിച്ചെടുക്കുമ്പോൾ ഒരു പകുതി ഭാഗം വരെ നെടുകെ ഒന്ന് പിളർന്നു കൊടുക്കണം. അപ്പോഴാണ് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുക. ഇനി നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ആ പാത്രത്തിൽ തന്നെ 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചതിന് ശേഷം കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഉപ്പ് നോക്കിയതിന് ശേഷം ഒരു മൂടി കൊണ്ട് അടച്ച് തീ വളരെ ചെറിയ ഫ്ലെയിമിലിട്ട് നമുക്ക് ഒരു 6 മിനിറ്റ് കൂടി തിളപ്പിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് കറി പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. മാങ്ങ കഷ്ണങ്ങളൊക്കെ ഉടയാതെ നോക്കണം. ഇപ്പോൾ മുരിങ്ങക്കോലും മാങ്ങയും ഒക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉണക്കമുളകും വേപ്പിലയും കുഞ്ഞുള്ളിയും വറുത്തിടാം. ഇപ്പോൾ ഇവിടെ രുചികരമായ ചെമ്മീൻ മാങ്ങ മുരിങ്ങക്കോൽ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എന്നെ അറിയിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.